ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു തോണി യാത്ര നടത്താൻ പോവാണ്. ആ നിൽക്കുന്നതാണ് ആ തോണി. ഇന്ന് നമ്മളിതാ ഇതിലെ ഒരു തോണി യാത്ര നടത്താൻ പോവാണ്. അടിപൊളി ഒരു വൈബില്ല സ്ഥലമാട്ടത്. ഇതാണ് നമ്മളെ ഇളമരം എന്നല്ല സ്ഥലമാട്ടത്. കണ്ടോളി. അപ്പം നമ്മൾ ആ തോണിയിൽ കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ, സെൻട്രൽ നിൽക്കണേ. ഞങ്ങളിതാ തുഴഞ്ഞു തുടങ്ങി ഗൈസ്. അടിപൊളി വൈബ് സ്ഥലാട്ടോ. ഞങ്ങളെ തോണി ഗൈസ്, അടിപൊളി തോണിയാണ്. താമരയും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ വൈബായിന് കേട്ടോ. ഇതാണ് നമ്മളെ തോണി, ചെറിയ തോണിയാണ് ഗൈസ്. അടിപൊളി വൈബാട്ടോ. ഇതിലൊക്കെ ഒരു ബാലൻസ് ചെയ്ത് ഇരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വീഴും. ഇത് ഫുള്ള് താമരപ്പാടാട്ടോ. താമര ഇന്ന് നമ്മളെ പറ്റിച്ച്. താമര മൊത്തം വാടിക്കൊഴിഞ്ഞ് നിൽക്കുകയാണ് മഴ ചെയ്തുകൊണ്ട്. ഹലോ ഗൈസ്, ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റി. അപ്പം താമര കാണാനൊക്കെ അതിരാവിലെ പോകണം. ഒരു 12 മണീൻ്റെ മുന്നായിട്ട് പോകണം കേട്ടോ. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ താമര വാടിക്കൊഴിഞ്ഞ് താന്നു പോകും. അപ്പം ഞങ്ങൾ ഇന്നലെ പോയപ്പം താമര മൊത്തം വെള്ളത്തിൻ്റെ അടിയിൽ കഴിഞ്ഞ്. അപ്പം അതുകൊണ്ട് എല്ലാവരും താമര കാണാൻ പോകുമ്പം അതിരാവിലെ പോവുക, എന്നാലേ കാണാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാർ ഇന്നലെ വന്നിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിന്. അപ്പോൾ ആർക്കും കാണാൻ പറ്റിയില്ല. അപ്പം താമര കാണാൻ വേണ്ടി തോണിയിൽ കയറാൻ വേണ്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, വിളമരത്ത് ചെല്ലുമ്പം അവിടെ ഒരു ചെടിക്കട ഉണ്ട്. ചെടി പറഞ്ഞാൽ തൈകളൊക്കെ വിൽക്കണ കടയുണ്ട്. ആ കടയിലുണ്ട് ഒരു ചേട്ടായി. ആ ചേട്ടായിൻ്റെ ഫോട്ടോസ് ഇതിലുണ്ട്, ലാസ്റ്റിലുണ്ട്. ആ ചേട്ടായിനെ കണ്ടാൽ മതി കേട്ടോ. ആ ചേട്ടായിക്ക് ആ തോണിയിൽ കയറാൻ കുറഞ്ഞ ചായ പൈസ ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ ആ ചേട്ടായിൻ്റെ കടയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ അവിടെ കുറേ ചട്ടികളൊക്കെ വിൽക്കാണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കാം, ചേട്ടായിനെ വിളിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ. ഓക്കെ.